ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് വന്നത്, ചിലർ എപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നമുക്ക് എന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്, ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് തന്നെ പരാതി പറയുന്നവരുണ്ട്. അവരോടായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും നെഗറ്റീവുകൾ ഉണ്ട് ഫ്രണ്ട്സ്. അത് ചിലർ പുറത്ത് പറയും, ചിലർ പുറത്ത് പറയില്ലായിരിക്കാം. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വാചകം അടിക്കാനും മോട്ടിവേഷനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എനിക്കെന്ത് അർഹതയാണുള്ളത് ഇങ്ങനെ കാര്യങ്ങൾ പറയാനായിട്ട്? നിനക്ക് എന്ത് പരിചയമാണുള്ളത്? പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എന്താ പറയുക, അതെനിക്കറിയാം. അത് ഞാൻ ഇന്നിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ജീവിതം അങ്ങനെയാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തന്നെ വിചാരിക്കണം. ഞാൻ ഇന്നിവിടെ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇതുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിൽ ഇടക്കിടക്ക് മങ്ങിയതാവുന്നുണ്ട്, അതാണ് ലൈറ്റ് വരും. എസ്പെഷ്യലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നെഗറ്റീവുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റുക. നെഗറ്റീവുകൾ നമ്മൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അത് മാറില്ല, നമ്മളുടെ കൂടെ തന്നെ അത് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെക്കൊണ്ട് മാറ്റാൻ കഴിയാത്ത നമ്മുടെ കുറച്ച് പോരായ്മകൾ, നമ്മളെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കുറച്ച് പോരായ്മകൾ ചില ഡിസബിലിറ്റികൾ ഉണ്ടാവാം. അത് നമ്മൾ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെ കൂടെ നമ്മളോട് ചേർത്ത് നിർത്തി ബാക്കി നമ്മളിലുള്ള പോസിറ്റീവ് വശങ്ങളെ, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് എണീറ്റിരിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് തനിയെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ കൊച്ചു കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഇത് ലൈറ്റ് ഇതാവും, കൊച്ചു കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളിൽ ആ ഒരു പോസിറ്റീവിനെ നല്ല രീതിയിൽ എടുക്കുക. മറ്റാ നെഗറ്റീവായിട്ടുള്ള ഭാഗത്തെ അതിൻ്റെ സൈഡിലാക്കുക. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ഇവർക്കിതൊക്കെ പറയാനേ അറിയാവുള്ളൂ, നമ്മൾ അനുഭവിക്കണവർക്കറിയാം നമ്മുടെ പാട്, ഇതൊക്കെ ഇരുന്ന് പറയാനല്ലേ പറ്റും, പറയാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. അങ്ങനെയല്ല. എന്നാൽ പിന്നെ എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ, ഇപ്പോൾ നിങ്ങൾ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ യാതൊരു ഹാൻഡ് സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ, ഒരു വസ്തുവിൻ്റെയും സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല സ്പീഡിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? ഓടാൻ കഴിയുന്നുണ്ടോ? അത്യാവശ്യം സ്പീഡിൽ ഓടാൻ കഴിയുന്നുണ്ടോ? ഒരു മുകളിലുള്ളൊരു ചാമ്പയ്ക്കയോ മാങ്ങയോ എന്തെങ്കിലും പറിക്കാനായിട്ടാണെങ്കിലും കുറച്ചൊന്നൊന്ന് ജമ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓടാൻ കഴിയുന്നുണ്ടോ? ഒന്നും വേണ്ട. ഒരു നിവർത്തി നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു 15 കിലോ അരിയാവട്ടെ എന്തെങ്കിലും സാധനമായിട്ട്, ഒരു 15 കിലോ ഉള്ള ഒരു വസ്തു, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെന്ന് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിനകത്ത് വെക്കാൻ കഴിയുന്നുണ്ടോ? മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനം കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെന്താ പറയുക, ഇനി നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളൊരു കുഞ്ഞു ഭാവിയുള്ള ഒരു അമ്മയാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ നിരങ്ങി നടക്കുന്ന ആ സമയത്ത് യാതൊരു വസ്തുവിൻ്റെയും സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ പെട്ടെന്നൊരു ഒരു എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിലും പോയി ഓടിച്ചെന്ന് താഴെ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ടോ? എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഭാഗ്യവാനാണ്. താഴെ നിന്ന് നിങ്ങൾക്ക് ഒരു വസ്തു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു താഴെ വീണു, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ വസ്തുവിനെ എടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഭാഗ്യവാനാണ്. അപ്പോൾ ഈ പറയുന്ന ഒട്ടുമിക്ക എനിക്ക് വയ്യ എൻ്റെ എനിക്കാണ് ദുരിതങ്ങൾ വരുന്നതെന്നും പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടേക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. ഞാൻ ഈ പറഞ്ഞ പ്ലസ് പോയിന്റുകളൊക്കെ ഉള്ളതാണ്. ഒരു ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഭവങ്ങളാണ്. ഓടാനും ചാടാനും അത്യാവശ്യം വെയിറ്റ് തൂക്കാനും ഇരിക്കാനും, പെട്ടെന്ന് ഒരാവശ്യത്തിന് പെട്ടെന്ന് ചാടി ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കാടോ. എന്ത് ജോലി ചെയ്ത് വേണമെങ്കിലും ജീവിക്കാവുന്നതേ ഉള്ളൂ, ഭയക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പം ഈ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നത് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റാത്ത ഒരാളാണ് ഞാൻ, മനസ്സിലായോ? എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ചിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ ഒരു കുശുമ്പുണ്ടാവും. നമ്മൾ അനുഭവിച്ചത് അവരും അനുഭവിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും എൻ്റെ കാര്യത്തിൽ എനിക്കറിയുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ലല്ലോ. അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അപ്പം അറിഞ്ഞ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെയുള്ള യാതൊന്നുമില്ല. കാരണം എൻ്റെ കൂടെയുള്ളവർ നന്നായാലേ എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവരുടെ കൂടി ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ
അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മോട്ടിവേഷൻ ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് എനിക്കെന്ത് അർഹതയുള്ളതെന്ന് ചോദിക്കുന്നവരാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു സപ്പോർട്ട് ഇരുന്നിട്ട് എഴുന്നേക്കാൻ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് വേണ്ട ഒരാളാണ് ഞാൻ. പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല. പക്ഷേ വേണമെങ്കിൽ ഇത് വാശി പിടിച്ച് ഞാനിത് ഓടുകയും ചാടുകയും പിന്നെ എന്താ പറയുക ഇരിക്കുകയും കിടക്കുകയും എല്ലാം തോന്നിയ പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം അല്ലാതെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ കാലെടുത്ത് വെക്കാനായിട്ട് ഞാൻ കരയും. അത്ര പെയിൻ വരും. അപ്പം നിങ്ങളെന്താ കൂടിപ്പോയാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നൊരു കാര്യം എന്താ, നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളിലുള്ള പോസിറ്റീവിനെ നിങ്ങൾ മാക്സിമം അത് നിങ്ങളുടെ അനുഗ്രഹമായിട്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ ലൈഫിനെ വിജയിക്കാൻ ആ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. പോരായ്മകളെ ഓർത്ത് കരയാൻ നിന്ന് കഴിഞ്ഞാൽ കരയാൻ മാത്രമായിട്ട് മാറും ലൈഫ്. അപ്പോൾ നിങ്ങളിലുള്ള ആ പോസിറ്റീവ് എന്താണ് നമ്മുടെ കുറവുകൾ അത് മാറ്റി നിർത്തുക, പോസിറ്റീവിനെ കൂടുതൽ ഇതാക്കുക. ആ ഒരൊറ്റ കാര്യമുള്ളൂ. ഞാനിന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പോരായ്മയുള്ളതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റ്, പിന്നെ എന്താ പറയുക എക്സർസൈസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ എക്സർസൈസ് ഒന്നും അല്ല കേട്ടോ. ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം. എൻ്റെ ഒരു പ്രശ്നത്തിന് എക്സർസൈസ് രാവിലെയും കിടക്കുന്നതിന് മുന്നേയും ചെയ്യേണ്ട ഒരു എക്സർസൈസാണ്. അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതായത് കാണുന്നവർക്ക് എല്ലാം മനോഹരമായിരിക്കും. പുറമേ നിന്ന് കാണുന്നവർക്ക് നമ്മുടെ ലൈഫ് വളരെ മനോഹരമായിരിക്കും. പക്ഷേ പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഒരുപിടി ബന്ധങ്ങളാണ്. എനിക്കുള്ള കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഒരുപിടി ബന്ധങ്ങളാണ്. ആ നല്ല ബന്ധങ്ങളെ നിലനിർത്താൻ ഞാൻ ശ്രമിക്കും.